ഹായ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സൂക്ഷ്മദർശിനി മൂവിയുടെ എൻ്റെ അഭിപ്രായം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കോമഡി പടം പ്രതീക്ഷ പോയി കണ്ട് ഒരു ത്രില്ലർ കണ്ട് വണ്ടർ അടിച്ച് വന്ന് എങ്ങനെ ഉണ്ടാവും? ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ബേസിലും നസ്രിയും കൂടി ലീഡ് റോഡിൽ വന്ന് MC ജിതിൻ ഡയറക്റ്റ് ചെയ്തേക്കുന്ന സൂക്ഷ്മദർശിനിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് പടത്തിനെ പറ്റി വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് അവർ കൊടുത്ത ഇന്റർവ്യൂസിൽ ബേസിലും നസ്രിയും കൂടിയുള്ള തമ്മിലുള്ള അടി, അതായത് നമ്മുടെ ധ്യാൻ ബേസിലി യുദ്ധത്തിന് ശേഷം ബേസിലും നസ്രിയും കൂടിയുള്ള അടി കണ്ടപ്പോഴാണ് ഇവരുടെ കെമിസ്ട്രി പടത്തിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടി ഓർത്താണ് ഞാൻ പടത്തിന് പോയത്. പക്ഷേ പടം ഒരു കോമഡി ജോണറല്ല, ഒരു ത്രില്ലർ ജോണിൽ എന്നെ അക്ഷരത്തെ തന്നെ ഞെട്ടിപ്പിച്ചെന്ന് തന്നെ പറയാം. ഒരു സ്ലോ പേസ് തുടങ്ങി ഒരു റെസിഡൻഷ്യൽ ഏരിയ നടക്കുന്ന രണ്ട് അയൽവക്കക്കാർ തമ്മിലുള്ള ഒരു ഇഷ്യൂ, അത് പല സംഭവവികാസങ്ങളിലൂടെ വളർന്നു വലുതായി ഒരു പീക്ക് ലെവൽ ക്ലൈമാക്സും ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞ എൻഡ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് പടത്തിനെ പറ്റി കൂടുതൽ കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ സ്പോയിലർ ആവാൻ ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട്. ഒരു ലിമിറ്റഡ് സ്പേസിൽ ലിമിറ്റഡ് ആൾക്കാർ നടക്കുന്ന സ്റ്റോറി ആയതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു സ്പോയിലർ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്നെ സ്വയം കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ലീഡ് റോൾ ചെയ്തേക്കുന്നത് ബേസിലാണ്. അപ്പൊ ഇന്നലെ ഞാനൊരു ബേസിൽ ട്രോൾ ഉണ്ടായിരുന്നു, ഫ്രസ്ട്രേഷൻ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. റിപ്പീറ്റ്ലി പുള്ളി ഫ്രസ്ട്രേഷനുള്ള റോളുകൾ ചെയ്യുന്ന പോലെ ആയിരുന്നു തോന്നിയിരുന്നത്. ഗുരുവായൂർ അമ്പലനടയിലായിക്കോട്ടെ, ജിത്തു ജോസഫിന്റെ മുമ്പത്തെ ഒരു പടം ആയിക്കോട്ടെ. പക്ഷേ ഈ പടത്തിൽ ഒരു നെഗറ്റീവ് വില്ലൻ റോളിൽ പുള്ളി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചെന്ന് പറയാം. പുള്ളിയുടെ തോളിലേക്ക് തന്നെയാണ്. നസ്രയെ സപ്പോർട്ടിന് ഉണ്ടെങ്കിൽ പോലും പുള്ളിയാണ് പടത്തിനെ കൊണ്ടുപോകുന്നത്. ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മൂവിയിൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഈ പടത്തിലുണ്ട്. അതിലൊരു അയൽപക്കത്തിൽ ഒരു ഒളിഞ്ഞ നോട്ടം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു സൂക്ഷ്മദർശിനി എന്നൊരു വാക്കിൽ നസ്രിയാണ്. അപ്പൊ ഇതിനകത്ത് വേറെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ദീപക് പറമ്പിലുണ്ട്, നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ ഉണ്ട്, കോട്ടയം രമേശ് ഉണ്ട്, പിന്നെ ഭീഷ്മപർവത്തിൽ മമ്മൂട്ടിയുടെ അമ്മയുടെ അഭിനയിച്ച ചേച്ചിയുണ്ടല്ലോ, ആ പുള്ളിക്കാരി ഉണ്ട്, മമത ബൈജുവിന്റെ പ്രേമലുവിലെ കൂട്ടുകാരായിട്ടുള്ള അഖിലയുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളെങ്കിലും അവരെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ആകുമ്പോഴേക്കും അതിനൊരു സ്ലോ വേണം, കാരണം ഒരു ബിൽഡപ്പ് ചെയ്ത് കുറെ സിറ്റുവേഷൻസ്. അപ്പൊ തുടക്കത്തിൽ കണ്ടപ്പോഴേക്കും കുറെ സീനുകളൊക്കെ എനിക്ക് റിപ്പീറ്റ് മീൻസ് സീൻസ് തന്നെ റിപ്പീറ്റിൽ തന്നെ പോലെ തോന്നി, സെയിം തന്നെ കാര്യങ്ങൾ തന്നെ. പക്ഷെ അതൊക്കെ ഒരു ബിൽഡപ്പ് ആക്കി സെക്കൻഡ് ഹാഫിൽ പടം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചറിഞ്ഞു. വേറൊരു പീസിലോട്ട് തന്നെയാണ് പടം പോയത്. എനിക്ക് പൊതുവെ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പടം കാണുമ്പോൾ തന്നെ മൈൻഡ്ലി എന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും, ഇയാളായിരിക്കാം, ഇങ്ങനെ ആയിരിക്കാൻ പോകുന്നത്. പക്ഷെ ഈ പടത്തില് എന്നെ അത് ഞെട്ടിച്ചു കളഞ്ഞു. എന്റെ കണക്കുകൂട്ടലുകൾ ആദ്യത്തെ ഒരു ടെസ്റ്റ് എനിക്ക് കറക്റ്റ് ആയെങ്കിൽ പോലും പിന്നീട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് വന്നത്. അങ്ങനെ ക്ലൈമാക്സ് ആയപ്പോഴേക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ദൃശ്യം ലെവലിൽ നിന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും മലയാളത്തിലെ കുറെ നല്ല ത്രില്ലർ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് എന്തായാലും സൂക്ഷ്മദർശിനി ഉണ്ടാവും. എന്തായാലും ഈ വർഷം ഇറങ്ങിയിരിക്കുന്ന കിഷ്കിന്ധകാണ്ഡം വരുന്ന മറ്റൊരു ത്രില്ലർ, ആ പടത്തിനേക്കാൾ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് അധികം ഒന്നും ഈ പടത്തിനെ പറ്റി പറയാനില്ല, കാരണം ഒരു ത്രില്ലർ മൂവി ആയതുകൊണ്ട് തന്നെ. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നാനായിട്ട് ഒരു ത്രില്ലർ ആയതുകൊണ്ട് ഒരു ബിൽഡപ്പ് വേണമല്ലോ. അപ്പൊ കുറെ സ്ഥലങ്ങളിലൊക്കെ പടം ലാഗ് ആവുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ സമയത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് ലാഗ് അടിക്കും. എങ്കിൽ പോലും ഈ പടത്തിന് സ്ക്രിപ്റ്റിന് അത് ആവശ്യമാണ്. അപ്പോൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി പടം കണ്ടോളൂ. ഒരിക്കലും നിങ്ങളുടെ എടുക്കുന്ന ടിക്കറ്റിന്റെ പൈസ പോകത്തില്ല. ഒരു വെർത്ത് വാശാണ്. തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള വിഷ്വലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം പടത്തിനുണ്ട്. അപ്പൊ എല്ലാവരും പോയി പടം കാണുക. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.